വയനാട്ടിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. പനമരം നിർവാരം അമ്മാനിയിലാണ് സംഭവം. ഷോക്കേറ്റ് ചെരിഞ്ഞു എന്നാണ് സംശയം. എം കമൽ വിവരങ്ങളുമായി വയനാട് നിന്ന്. കമൽ, സാധാരണ കാട്ടാനകൾ ഇറങ്ങുന്നൊരു മേഖലയാണോ? ഇപ്പം വനംവകുപ്പ് നൽകുന്ന വിവരം എന്താണ്? ആര്യ, കാട്ടാന ഇറങ്ങുന്ന ഒരു മേഖലയാണ്. അമ്മാനി നിർവാരം പ്രദേശങ്ങളിലേക്ക് നിരന്തരമായി കാട്ടാനകൾ കൃഷിയിടത്തിൽ ഇറങ്ങുന്നതാണ്. അടുത്തു തന്നെ പാതിരി വനമേഖലയുണ്ട്. ഇപ്പോൾ ഈ പറമ്പിൽ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ കാട്ടാനയുടെ ജലം ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്താനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ഈ അമ്മാനിയിലെ ജയരാജൻ എന്നൊരാളുടെ വീടിന്റെ മുറ്റത്തിന് തൊട്ടടുത്തുള്ള പറമ്പിലാണ് ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഒരു തെങ്ങ് മറച്ചിട്ടപ്പോൾ അത് വൈദ്യുതി ലൈനിൽ തട്ടി ആനയ്ക്ക് ഷോക്കേൽപ്പിക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് സംഭവം ഉണ്ടായത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ DFO ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തുണ്ട്. അവർ ക്രെയിൻ ഉപയോഗിച്ച ഈ ആനയുടെ ജഡം ഉയർത്തുകയാണ്. ഇവിടെ നിന്ന് ലോറിയിൽ കയറ്റി വനത്തിനകത്ത് കൊണ്ടുപോയ ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക. എന്തായാലും ഇപ്പോൾ തത്സമയം നമ്മൾ കാണുന്നത് ഈ ക്രെയിൻ ഉപയോഗിച്ച് ആനയുടെ ജഡം ഉയർത്താനുള്ള ശ്രമമാണ്. പ്രധാന പാതയിൽ നിന്ന് അല്പം ഉള്ളിലേക്കുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ജനക്കൂട്ടമില്ല. എങ്കിലും ഈ വീടിന്റെ ടെറസിലും പരിസരത്തുമൊക്കെയായി ആൾക്കൂട്ടവും ഉണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ലോറി തയ്യാറാണ്. ഈ താഴ്ന്ന പ്രദേശത്ത് നിന്ന് ഈ മുറ്റത്താണ് ക്രെയിൻ നിൽക്കുന്നത്. മുറ്റത്തിന് മുൻവശത്ത് കാപ്പിത്തോട്ടത്തിലാണ് ആനയുടെ ജഡമുള്ളത്. അവിടെ കാപ്പി മരങ്ങളൊക്കെ മുറിച്ച് കുറച്ചൊക്കെ മാറ്റേണ്ടി വരും. ഇലക്ട്രിക് ലൈൻ ഉണ്ടായിരുന്നത് KSEB ഉദ്യോഗസ്ഥരെത്തി അഴിച്ചു മാറ്റി സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇനി കാപ്പിക്ക് ഇപ്പോൾ തടയുന്നുണ്ട് കാപ്പി മരങ്ങൾക്കിടയിൽ എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഉയർത്താൻ പെട്ടെന്ന് കഴിയാത്തത്. അതിനുള്ള സൗകര്യം ഒരുക്കുകയാണ്. സൗത്ത് വയനാട് DFO ഷജ്നയുടെ നേതൃത്വത്തിലുള്ള വനപാലകർ സ്ഥലത്തുണ്ട്. പനമരം പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ പ്രദേശം നിരന്തരമായി കാട്ടാനകൾ മനുഷ്യ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു പ്രദേശമാണ് പനമരം നിർവാരം. നേരത്തെ പനമരത്തു നിന്ന് ആനക്കൂട്ടമൊക്കെ ടൗണിന്റെ അടുത്ത ആനക്കൂട്ടം എത്തിയ ദൃശ്യങ്ങളൊക്കെ നമ്മൾ നൽകിയതാണ്. അതുപോലെ സ്ഥിരമായി ആന എത്തുന്ന പ്രദേശം. ഇപ്പോൾ ഇവിടെ റെയിൽ ഫെൻസിംഗ് വനാതിർത്തിയിൽ റെയിൽ ഫെൻസിംഗ് നിർമ്മിക്കാനുള്ള ടെൻഡർ നടപടികളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. പക്ഷെ അത് വൈകുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി. ആ ഫെൻസിംഗ് വരുന്നത് കൊണ്ട് തന്നെ നിലവിലുള്ള ട്രെഞ്ച് നികത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതൊക്കെ കാരണമാണ് ആനകൾ ഇപ്പോൾ ഇറങ്ങുന്നതെന്ന് ആളുകൾ കുറ്റപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ലഭിച്ച പ്രതികരണങ്ങളിലൊക്കെ അത് പറയുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ആനകൾ നിരന്തരം ഇറങ്ങുന്നതിനിടെയാണ് ഇന്ന് പുലർച്ചെ ഈ ആന ഇത്തരത്തിൽ ഷോക്കേറ്റ് ചെരിയുന്ന സാഹചര്യം ഉണ്ടായത്. വൈദ്യുത വേലിയോ മറ്റെന്തെങ്കിലും അത്തരത്തിലുള്ള സംവിധാനങ്ങളിൽ നിന്നൊന്നും അല്ല ഷോക്കേറ്റത്. KSEBയുടെ ലൈൻ, ഈ വീട്ടിലേക്ക് വരുന്ന സിംഗിൾ ഫേസ് ലൈനിന് മുകളിലേക്ക് ആന ഈ തെങ്ങ് മറച്ചിടുകയായിരുന്നു. അങ്ങനെയാണ് ആനയ്ക്ക് ഷോക്കേറ്റത്. ഇപ്പോൾ ആനയുടെ ജഡം ഉയർത്തുകയാണ്. ഈ സ്ഥലത്തു നിന്ന് ക്രെയിൻ ഉപയോഗിച്ചാണ് ഉയർത്തുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തുണ്ട്. ആനയുടെ ജഡം ലോറിയിൽ കയറ്റി സമീപത്തെ വനമേഖലയിൽ കൊണ്ടുപോയായിരിക്കും പോസ്റ്റ്മോർട്ടം നടത്തുക. അപ്പോൾ പോലീസിന്റെ വിസിലൊക്കെ കേൾക്കുന്നത് ആളുകളെ മാറ്റാൻ വേണ്ടിയാണ്. ഈ ജഡം സുഗമമായി ലോറിയിലേക്ക് കയറ്റാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. DFO ഉൾപ്പെടെയുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് ആളുകളോട് മാറാൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ശ്രമകരമായ ഒരു കാര്യമാണ്. ആനയുടെ ജഡം ഉയർത്തി കഴിഞ്ഞു അവിടെ പറമ്പിൽ നിന്ന്. ഇനി അത് ലോറിയിലേക്ക് മാറ്റണം. ചെറിയ ഒരു മുറ്റമാണുള്ളത് വീടിന് മുന്നിൽ. അധികം സൗകര്യമില്ല. എങ്കിലും ഏറ്റവും ആശ്വാസകരമായ കാര്യം ക്രെയിൻ എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ക്രെയിൻ എത്തി ആ ക്രെയിനിന്റെ ഉയർത്തുന്ന ഭാഗം മുന്നോട്ട് നീക്കിയപ്പോഴേക്കും ആന കിടക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ ഒരു സൗകര്യമുള്ള ഭാഗമാണ്. ലോറി എത്താനും ക്രെയിൻ എത്താനും ഒക്കെ സൗകര്യമുള്ളൊരു ഭാഗം ആയതുകൊണ്ട് അത് സുഗമമായി നടക്കുന്നു. വലിയൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. കുറച്ചുകൂടി ഉള്ളിലെവിടെയെങ്കിലും ട്രെയിൻ എത്താത്തൊരു സ്ഥലമായിരുന്നെങ്കിൽ ഒരുപക്ഷെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്കൊക്കെ കടക്കേണ്ടി വരുമായിരുന്നു. ഇത് വീടിന് തൊട്ട് മുന്നിലായതുകൊണ്ട് മുറ്റത്ത് ട്രെയിൻ നിർത്തി ആനയുടെ ജഡം ഉയർത്താനുള്ള ഒരു സൗകര്യമുണ്ട്. ഇനി ലോറിയിൽ കയറ്റി കൊണ്ടുപോയാൽ മതി. മുകളിലൊരു തെങ്ങ് ഉണ്ട് ട്രെയിനിന് മുകളിൽ. അത് അതിന്റെ ഒരു ഇപ്പോൾ ആനയുടെ ജഡം മുറ്റത്തിന് ലെവലിലേക്ക് ഉയർത്തിയിരിക്കുന്നു. മുറ്റത്തിന് മുകളിലേക്ക് കൊണ്ടുവരികയാണ്. ലോറി തൊട്ട് ഇപ്പുറത്ത് നിർത്തിയിട്ടുണ്ട്. ഇനി ലോറി കുറച്ചുകൂടി ട്രെയിനിന് അടുത്തേക്ക് പോകേണ്ടി വരുമോ എന്നറിയില്ല. എന്തായാലും ആനയുടെ ജഡം അവിടെ നിന്ന് പറമ്പിൽ നിന്ന് ഉയർത്തിയിരിക്കുന്നു. ആളുകളെ കൂടുതൽ ദൂരേക്ക് മാറ്റുകയാണ് DFO ഉൾപ്പെടെയുള്ളവർ. പോലീസും സ്ഥലത്തുണ്ട്. എന്തായാലും ഈ ഒരു കാഴ്ച കാണാൻ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് കാട്ടാന ഇറങ്ങുന്നത് നിരന്തരമായ സംഭവമാണ്. നേരെ നിരത്തിക്കഴിഞ്ഞാൽ ഈ പ്രദേശമൊക്കെ ആനഭീതിയിലുള്ള സ്ഥലമാണ്. ഇത് കബനി നദിയോടൊക്കെ ചേർന്ന് കിടക്കുന്ന അമ്മാനി നിർവാരം മേഖലയാണ്. തൊട്ടടുത്ത വനമേഖലയുണ്ട്.
അതുകൊണ്ട് തന്നെ നിരന്തരമായി കാട്ടാനകൾ ഇറങ്ങാറുണ്ട്. ഇപ്പോഴെന്തായാലും ആനയുടെ ജഡം ട്രെയിനിൽ തൂങ്ങി നിൽക്കുകയാണ്. അടുത്ത നടപടി ട്രെയിൻ അവിടെ നിന്ന് തിരിച്ച് ലോറിയിലേക്ക് കൊണ്ടുവരണം. അതിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. എന്തായാലും ഈ സൗകര്യങ്ങൾ ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രെയിൻ എത്തുന്ന സ്ഥലമായതൊക്കെ ഈ കാര്യങ്ങൾ സുഗമമാക്കുകയാണ്. അല്ലെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ട് നേരിടുകയായിരുന്നു. ഇപ്പോൾ ആ ട്രെയിൻ അതിൽ ആനയുടെ ജഡം തൂക്കിയെടുത്ത് ലോറിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. കാർഷിക വിളകൾക്കൊക്കെ പരമാവധി നാശമുണ്ടാകാതെ കാപ്പി ചെടികളൊന്നും നശിപ്പിക്കാതെയാണ് ട്രെയിൻ ഉപയോഗിച്ച് ആനയെ ഉയർത്തിയത്. ആളുകളെ സംബന്ധിച്ച് എല്ലാവരും മൊബൈലിലൊക്കെ ദൃശ്യങ്ങൾ പകർത്താനായി ആളുകൾ കൂടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ അല്പം ഉള്ളോട്ടുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ വലിയൊരു നിയന്ത്രിക്കാനാകാത്ത ജനക്കൂട്ടമൊന്നുമില്ല. എങ്കിൽ കൂടി അവരെയൊക്കെ മാറ്റിയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ ചേർന്ന ഈ നടപടി സുഗമമാക്കുന്നത്. ഇപ്പോഴും ആനയുടെ ജഡം ട്രെയിനിൽ തൂങ്ങി നിൽക്കുകയാണ്. ഈ ലോറി കൂടുതൽ അങ്ങോട്ട് അടുപ്പിക്കുമോ അല്ല ട്രെയിൻ ലോറിയുടെ അടുത്തേക്ക് എത്തിക്കുമോ എന്നറിയില്ല. എന്തായാലും നടപടികൾ സുഗമമായി നടത്തുകയാണ് ആര്യ. ഇന്ന് പുലർച്ചെയാണ് ഈ ജയരാജ് എന്ന ആളുടെ പറമ്പിൽ ഇത്തരത്തിൽ ആനയുടെ ജഡം കണ്ടെത്തിയത്. വീട്ടുകാർ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിനെ തുടർന്ന് രാവിലെ നോക്കുമ്പോൾ ലൈൻ പൊട്ടിക്കിടക്കുന്നു വീടിന് മുന്നിൽ. കൂടുതൽ പരിശോധിച്ചപ്പോഴാണ് ഈ ലൈനിനടിയിൽ ഒരു ആനയുടെ ജഡം കണ്ടെത്തിയത്. ഉടനെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും KSB ആളുകളെയും ഒക്കെ വിവരം അറിയിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. എന്തായാലും ലൈനിൽ നിന്ന് ഷോക്കേറ്റ് ആന ചെറിഞ്ഞതുകൊണ്ട് തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഒരുപക്ഷെ വൈദ്യുതി ഫെൻസിംഗ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നിയമ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. KSBയുടെ ലൈനിൽ നിന്ന് അബദ്ധത്തിൽ ആനയ്ക്ക് ഷോക്കേറ്റതാണ്. ആന ഈ പറഞ്ഞതുപോലെ തെങ്ങ് മറച്ചിട്ട് തിന്നാനുള്ള ശ്രമത്തിലായിരുന്നു. അപ്പോഴാണ് ഈ തെങ്ങ് രാവിലെയാണ് ഈ കാട്ടാനയുടെ ജഡം കണ്ടെത്തിയത് ഈ വീട്ടുമുറ്റത്ത്. ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് ആ ജഡം ലോറിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വനമേഖലയിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക. എന്തായാലും ക്രെയിൻ നേരത്തെ കമൽ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു, ഇത് കാട്ടാൻ ഇറങ്ങുന്ന ഒരു പ്രദേശമാണ് ഈ പനമരം എന്ന് പറയുന്നത്. പലപ്പോഴും ഈ പനമരത്തിന്റെ പല ഭാഗങ്ങളിലും കാട്ടാനകൾ വരാറുണ്ട്. പ്രദേശവാസികളൊക്കെ പലപ്പോഴും പരാതിപ്പെടാറുമുണ്ട്. പക്ഷേ ഈ ഭാഗത്തിന് വനംവകുപ്പിനൊരു തുണയായതെന്ന് പറയുന്നത് ക്രെയിൻ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ടെറൈനാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ഇപ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതാ ഇപ്പോൾ കുറേ ആളുകളൊക്കെ സ്വാഭാവികമായും ഇത് കാണാൻ വേണ്ടി അവിടെ വന്നു നിൽക്കുന്നുമുണ്ട്. നേരത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ വിസിലൊക്കെ അടിച്ച് ആളുകളോട് അവിടെ നിന്ന് മാറാനൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ക്രെയിൻ ഉപയോഗിച്ച് ഇപ്പോൾ ആനയുടെ ജഡം ഉയർത്തി കഴിഞ്ഞു. അത് ലോറിയിലേക്ക് മാറ്റാനുള്ള അതാണ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ലോറി അവിടെ തയ്യാറാണ്, ലോറിയിലേക്ക് മാറ്റും. അത് കഴിഞ്ഞ് വനമേഖലയിലേക്ക് കൊണ്ടുപോകും, പോസ്റ്റ്മോർട്ടം നടത്തും. ഈ ഷോക്കേറ്റാണ് ഈ കാട്ടാന ചേർന്നതെന്നാണ് നിഗമനം. അത് കൃഷിയിടം സംരക്ഷിക്കാൻ വേണ്ടി വെച്ച വൈദ്യുതി വേലിയിൽ നിന്നുള്ള ഷോക്കേറ്റതല്ല, KSBയുടെ ലൈനിൽ നിന്ന് ഈ തെങ്ങ് മറിച്ചിടാൻ ശ്രമിക്കുന്നതിനിടെ ആണ് ഈ ഷോക്കേറ്റതെന്നാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. വയനാട് പനമരത്താണ് ഈ സംഭവം.